അനിൽ ആന്റണി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ളവരെ കേരളത്തിൽ വേട്ടയാടാമെന്നുള്ള ധാരണ, അത് കോടിക്കണക്കിന് രൂപ പലരെയും വിറ്റ് തിന്ന് ജീവിച്ച നിനക്കുണ്ടല്ലോ, ആ ധാരണ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ചില ഘട്ടങ്ങളിൽ ശോഭാ സുരേന്ദ്രന് കാളിയുടെ രൂപവും എടുക്കാൻ സാധിക്കുമെന്ന് ദല്ലാളിനോട് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. എന്നെ കൊണ്ട് കാളിയുടെ രൂപം എടുപ്പിക്കരുത്, ഇതൊരു വാർണിംഗ് ആണ്. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ആരംഭിച്ചതോടെ ആരെയൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാം, എങ്ങനെ 5 വോട്ട് പെട്ടിയിലാക്കാമെന്നോർത്ത് വെപ്രാളപ്പെടുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ. അതിന് ഏറ്റവും പറ്റിയ ഐറ്റം വ്യക്തി അധിക്ഷേപമായതുകൊണ്ട് തന്നെ പരസ്പരം ചെളി വാരി വിതറുന്ന കാര്യത്തിൽ 3 പാർട്ടിക്കാരും ഒട്ടും പിന്നോട്ടല്ല കേട്ടോ. ഒരാളെ തട്ടിപ്പുകാരി എന്ന് വിശേഷിപ്പിച്ചപ്പോൾ മറ്റൊരാളുടെ DNA ഒന്ന് പരിശോധിക്കണമെന്നാണ് മറ്റൊരാൾ പറഞ്ഞത്. കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടല്ലേ ഇതൊക്കെയെന്ന് അടുത്ത ആളും. എന്തായാലും വയറ് നിറയെ അധിക്ഷേപങ്ങൾ വാരി വിതറിയാണ് കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്രയൊക്കെ വിരോധമുണ്ടെങ്കിലും ഒന്നിച്ച് വേദി വിട്ടിറങ്ങി പ്രതിഷേധിച്ച് ഐക്യം കാണിക്കാനും നമ്മുടെ നേതാക്കൾ മറന്നില്ല. നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് താങ്കളോടൊന്ന് വെയിറ്റ് ചെയ്യൂ. ഇവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. ഇവിടെ ഈ ചർച്ചയിൽ ഒരു സെക്കൻഡ് സമയത്തിലേക്ക് വരാം. നിങ്ങളുടെ സമയത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി സണ്ണിച്ചാ വിളിച്ചോളൂ. താങ്കൾക്ക് അതിനെപ്പറ്റി സ്വന്തമായിട്ട് അഭിപ്രായം പറയുമെങ്കിൽ അത് പറയൂ. ഞാൻ ഭയക്കുന്നില്ല, മനസ്സിലായോ? എനിക്ക് ഞാൻ പറഞ്ഞ സംസാരിക്കാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകില്ല കേട്ടോ. ഞാൻ ഉത്തരവുണ്ടെങ്കിൽ പറയൂ. ഉത്തരവുണ്ടെങ്കിൽ പറയൂ. ഇയാൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്ക് ഒരു വർത്തമാനം പറഞ്ഞു? പറയൂ. ഞങ്ങളൊക്കെ ഇവിടെ ഈ കർഷകരുടെ ഇടയ്ക്കും ഈ ഇതിന്റെ ഇടയ്ക്കൊക്കെ നേരിട്ട് വന്ന് കർഷകർക്ക് വേണ്ടി പോരാടി അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നയാളാണ്. ശോഭാ സുരേന്ദ്രൻ തന്റെ കയ്യിൽ നിന്ന് ഒരു സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ വാങ്ങി തന്നെ പറ്റിച്ചു എന്ന ആരോപണവുമായാണ് ദല്ലാൽ നന്ദകുമാർ എത്തിയത്. എന്നാൽ പിന്നീട് ഈ പ്രോപ്പർട്ടി വാങ്ങാനായി എത്തിയപ്പോഴാണ് തന്നെ കാണിച്ച അതേ ഡോക്യുമെന്റ് കാണിച്ചുകൊണ്ട് മറ്റു 2-3 പേരിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ ക്യാഷ് വാങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞത്. ഇത്തരത്തിൽ ആരോപണവുമായി എത്തിയ ദല്ലാൽ നന്ദകുമാറിനെ വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. നന്ദകുമാറിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയത് സത്യമാണ്. എന്നാൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും അത്തരത്തിൽ താൻ വാങ്ങി എന്ന് പറഞ്ഞതാണ് ശോഭാ സുരേന്ദ്രനെ ചൊടിപ്പിച്ചത്. ഞങ്ങളുടെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അവരന്വേഷിച്ച അന്വേഷണത്തിൽ മനസ്സിലായത് മമ്മൂട്ടിയുടെ ശബ്ദം മൊഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ ദല്ലാൽ. ശോഭാ സുരേന്ദ്രന്റെ ശബ്ദം ആർട്ടിഫിഷ്യലായിട്ട്, വീഡിയോ വരെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പൊ ജീവിക്കുന്നത്. എന്റെ ശബ്ദം വരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരുത്തനാണ്. ഒരു കാര്യം ഉറപ്പാണ്, എന്താണെങ്കിലും ഇനി നിഴലിൽ ജീവിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ശോഭയെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരം ആരോപണമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നവന് നിഴലിൽ ജീവിക്കാൻ മോനെ ദല്ലാളെ നിന്നെ ഇനി അനുവദിക്കില്ല. നിന്റെ അമ്മയെ വിളിക്കണം. നിന്റെ അമ്മയെ വിളിച്ച് നിന്റെ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ നീ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിച്ചത് 100 പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുമെന്നാണ്. ആ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അമ്മയെയും എന്നെയും ഒന്ന് നീ ഒരുമിച്ചിരുത്തണം. ഇങ്ങനെ ഒരു കുരുത്തം കെട്ട മകൻ എങ്ങനെ ഉണ്ടായി എന്ന് ഞങ്ങൾക്കിടയിൽ ആ അമ്മയ്ക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പണി പരിപാടികൾ അതെല്ലാം വളരെ ക്ലീൻ ആക്കി തരാം. ഒരു വശത്ത് ശോഭാ സുരേന്ദ്രൻ പൊളിച്ചെടുക്കുമ്പോ മറുവശത്ത് സ്വയം കുഴിതോണ്ടായി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ PV അൻവർ MLA. നെഹ്റു കുടുംബത്തിന്റെ ജെനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്, യാതൊരു തർക്കമില്ല. ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല. പച്ചയായി പറയുക, ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല. എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കിടക്കുന്നു, അതെല്ലാം വിട്ടിട്ട് ഒരാളെ എത്രത്തോളം അധിക്ഷേപിക്കാൻ പറ്റുമോ എന്ന വഴി നോക്കി നടക്കുകയാണ് നമ്മുടെ അൻവർ MLA. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല നമ്മുടെ KCയെയും വിവാദ പ്രസംഗത്തിൽ അധിക്ഷേപിക്കാൻ ഇദ്ദേഹം മറന്നില്ല. ഇവിടെ പരസ്പരം പോരടിക്കുന്ന ഇരുവരുമാണല്ലോ അങ്ങ് കേന്ദ്രത്തിൽ തോളിൽ കൈയിട്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാ എത്ര മണ്ടന്മാരാണ് നമ്മളെന്ന് ജനം ചിന്തിക്കുന്നത്.
അല്ല, തുടക്കം കുറിച്ചത് നമ്മുടെ രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു എന്നത് മറ്റൊരു കാര്യം. കേന്ദ്രത്തിൽ മോദിയെ എതിർക്കാൻ തോളിൽ കൈയിട്ട് ചങ്കും ചങ്കുമായി നിന്നിട്ട് ഇങ്ങ് കേരളത്തിൽ വന്ന് മോദി എന്താ പിണറായിയെ മാത്രം അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചതായിരുന്നു നമ്മുടെ സഖാക്കളെ ചൊടിപ്പിച്ചത്. എന്തായാലും പറഞ്ഞതിൽ നിന്ന് ഒരടിത്താൻ മാറില്ലെന്ന് അൻവർ MLAയുടെ വാക്കുകളിൽ സുവ്യക്തം തന്നെയാണ്. മാത്രമല്ല, താൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന പലരുമുണ്ടെന്നും ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്നു. എന്തായാലും മുഖ്യന് എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളതെന്ന് കേൾക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങ് തിരുത്തുമല്ലേ മുഖ്യ? പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. അപ്പോ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നാണ് മുഖ്യന്റെ ഒരു ഇത്. Mr. You please be seated. I am the moderator. I am the moderator here. You may please be seated. What moderator? You may please be seated. You are saying? No, you are not. You are uttering absolute nonsense. You please be seated. You please be seated. വാഴൂർ അദ്ദേഹം പോകാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുന്നേ. അദ്ദേഹത്തിന് ടെൻഷനൊക്കെ ഉണ്ടാവും. ചോദ്യം ചോദിക്കൂ. വാട്ട് നോൺസെൻസ് യു ആർ സേയിങ്? പണ്ട് സുരേഷ് ഗോപിയുടെ പോലീസ് പടങ്ങൾ കാണുന്ന സ്ഥിരം കുറച്ച് ഡയലോഗുകൾ ഉണ്ട്. നല്ല നെടുനീളൻ ഹിറ്റ് ഡയലോഗുകൾ. ഇപ്പൊ NDAയിൽ സുരേഷ് ജിക്കൊപ്പം ശിക്ഷണം തുടങ്ങിയപ്പോഴേക്കും PC അതേ രീതി ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി PC പണ്ടേ പുലിയല്ലേ എന്ന് പറഞ്ഞവരോട് ആ പുലിയെ പിടിക്കാനുള്ള പുപ്പുലി നാട്ടിലിറങ്ങിയിട്ടുണ്ട്. സംസാരിച്ച് മറ്റുള്ളവരുടെ വായടപ്പിക്കുന്ന PCക്ക് പോലും മിണ്ടാൻ ഒരു ഗ്യാപ്പ് കൊടുക്കാത്ത പുപ്പുലി. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് സമാധാനപ്പെട. അദ്ദേഹം ധൃതി പിടിക്കാതെ സമാധാനപ്പെടെ. ഇവിടെ സമാധാനപ്പെടാൻ തന്നെയാണ് താങ്കളോട് പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയില്ല. താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്. താങ്കൾ അവിടെ ഇരിക്കണം. ഞാൻ മോഡറേറ്ററാണ്. ഈ ചർച്ചയുടെ മോഡറേറ്ററാണ്. താങ്കൾ അവിടെ ഇരിക്കണം ദയവായിട്ട് പ്ലീസ്. ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം ഇത് ജനങ്ങളുടെ ചർച്ചയല്ലേ. അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നെ ഇവിടെ മോഡറേറ്ററായിട്ട് വിളിച്ചിരിക്കുന്നത് ഈ ചർച്ചയെ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവിടെ യാതൊരു ആൾവലിപ്പമോ ഇവിടെ ജനാധിപത്യ സംവിധാനം കൊടുത്തിട്ടുള്ള വലിപ്പം മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ജനാധിപത്യം നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ. അത് ഞാനും നിങ്ങളും നൽകിയിട്ടുള്ള വലിപ്പമാണ്. അതിനപ്പുറത്തേക്ക് ഒരു വലിപ്പം ഇവിടെ ആർക്കുമില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും PC-യോട് എന്താ ഇയാൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന്. അതുകൊണ്ടാണ് ഒന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കാത്തതെന്ന്. എന്നാൽ കോട്ടയത്ത് മലയോര കർഷക സമിതി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ നിന്നും മോഡറേറ്റർ സഹിക്ക വയ്യാതെ ഇറങ്ങിയത് PC മാത്രമായിരുന്നില്ല. വാഴൂർ സോമൻ, ആന്റോ ആന്റണി, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ തുടങ്ങി പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കെല്ലാം തന്നെ സംവാദത്തിൽ സംസാരിക്കാൻ മോഡറേറ്റർ സമയം നൽകിയില്ല. ചർച്ച നിയന്ത്രിക്കുന്ന മോഡറേറ്റർ ഒറ്റയ്ക്ക് പ്രസംഗിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. You are wrong. No. You just be there. Just be there. I will come to you. You just wait for your turn. You are coming. You please wait for your turn. This is wrong, father. You are representing NDA. You are representing NDA. You will get your turn. Very well. You just please wait. തുടക്കത്തിന് വിസിൽ അടിക്കുന്നതിന് മുമ്പ് ഗോൾ അടിച്ചു തുടങ്ങാതെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ആളെ വിളിക്കുന്നു. നിങ്ങൾക്ക് സമയം കിട്ടും. ഒന്നാമത്തെ ചോദ്യം മൈക്ക് കൊടുക്കൂ. നിങ്ങൾ പല ചാനൽ ചർച്ചകളുടെയും മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവാം. എന്നെ അതിന് പ്രതീക്ഷിക്കേണ്ട. ശ്രീ 15 വർഷത്തെ MP എന്നുള്ള നിലയിൽ ഇവിടെ പല വന്യമൃഗ ആക്രമണങ്ങളിൽ ഒരു സെക്കൻഡ് ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. ഇതിനു മുമ്പ് NDAയുടെ പ്രതിനിധിയും LDFന്റെ പ്രതിനിധിയും അസ്വസ്ഥരായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹവും അസ്വസ്ഥനാണ്. അസ്വസ്ഥനാണ്. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മാന്യതയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനൊരു മോഡറേറ്ററെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പോയി പണി നോക്ക് എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കാര്യത്തിൽ എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഐക്യം പുലർത്തിയിരുന്നു. അപ്പോൾ അടിയും പിടിയും വാക്പോരും ഇറങ്ങിപ്പോക്കും എല്ലാം ആയിട്ട് കൊട്ടിക്കലാശം തകർക്കുന്ന സ്ഥിതിക്ക് ഇനി പൂരം തുടങ്ങല്ലേ. അപ്പോൾ തീരുന്നില്ല വിശേഷങ്ങൾ. പറയാൻ നേരെയുണ്ട്, കാണാനും.